അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ഹജ്ജും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന 25 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ എല്ലാവരുടെയും ഹജ്ജ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിൽ പ്രായം ചെന്ന ആളുകൾ പല പ്രയാസങ്ങളുമൊക്കെ ജംറ എറിയാനും അതുപോലെ മിനായിൽ നിന്നും അറഫയിലേക്ക് നടന്നവർ വാഹനങ്ങളുടെ ശക്തമായ ബ്ലോക്ക് കാരണമായി വളരെ ശക്തിയാർജിച്ച 48 ഡിഗ്രി ചൂടിലാണ് ആളുകൾ മുഴുവനും നടന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ഒരു ആഫിയത്ത് അവർക്ക് നമുക്കെല്ലാവർക്കും തരുകയാണ്. ഈ വർഷം നാം ഓരോരുത്തരും നോമ്പനുഷ്ഠിച്ചത് 41 ഡിഗ്രി 38, 39, 40 ഡിഗ്രി വരെ ചൂട് നമ്മുടെ നാട്ടിലും റമദാനിൽ വന്നിട്ടുണ്ട്. ആ ചൂട് അനുഭവിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും നോമ്പനുഷ്ഠിച്ചത്. അതും 13.5 മണിക്കൂറാണ്. 12 മണിക്കൂറല്ല, 13.5 മണിക്കൂർ. ആ 13.5 മണിക്കൂർ ഈ ചൂടത്ത് നമ്മൾ നോമ്പനുഷ്ഠിച്ച് നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് എത്ര വെള്ളം നമ്മൾ കുടിച്ച്. ഏറ്റവും നമ്മൾ വെള്ളം കുടിച്ചൊരു ദിവസമായിരിക്കും പെരുന്നാളിനെന്ന്. വലിയൊരുനാളല്ല, ചെറിയൊരുനാളിനെന്ന്. അത് ആ തലേ ദിവസത്തുള്ള ഇല്ലെങ്കിൽ 30 ദിവസത്തെ ആ നിയ്യത്തിന്റെ പ്രാധാന്യമാണ് ആ കാണിക്കുന്നത്. നമ്മൾ ആ നിയ്യത്തങ്ങ് വെക്കലോടുകൂടെ അള്ളാഹു നമുക്ക് നല്ല ഒരു കരുത്ത് അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. ആ കരുത്തും ഹിമ്മത്തും ഹിഫ്ളും ഒക്കെ തരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രയാസവുമില്ലാതെ 13.5 മണിക്കൂർ സമയം പട്ടിണി കിടന്ന് രാത്രി സമയത്ത് മഗ്രിബ് വാങ്ക് വിളിക്കുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കുന്നത്. നോമ്പ് മുറിച്ച് നോമ്പ് കാലം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് ഓരോരുത്തർ മനസ്സിലാക്കുന്നത്. എന്നതുപോലെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം നവൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല, ഞാൻ ഹജ്ജിനെ കരുതിയിട്ടുണ്ട്, അതിനുവേണ്ടി ഞാൻ ഇഹ്റാം കെട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞ് പണമുള്ളവനും പണമില്ലാത്തവനും മന്ത്രിയും MLA ആണെങ്കിലും എത്ര വലിയ പ്രൗഢിയുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരേ വസ്ത്രം ധരിക്കുന്നു. ഒരേ വസ്ത്രം ധരിക്കുന്നു. അറഫയിൽ ഇതുപോലെയുള്ള ഒരു ടെന്റിൽ ഒരു കീ കവറിന്റെ വീതിയിലുള്ള ഒരു ചെറിയ ഒരു ബെഡ്, എങ്ങനെയാണ് ആ ബെഡുമ്മ കിടന്നതെന്ന് നമുക്ക് ഓർക്കാൻ കഴിയില്ല. അടുത്തടുത്ത് ഒന്ന് കിടന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞാൽ വേറൊരാൾ, അപ്പുറത്തേക്ക് ചെരിഞ്ഞാൽ വേറൊരാൾ. എൻ്റെ വലത്തെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരാൾ വലിയ കോടീശ്വരനാണ്. ഇടത് ഭാഗത്തിരുന്ന ആളും കിടന്ന ആളും കമ്മിയില്ലാത്ത ഒരാൾ തന്നെയായിരുന്നു. ഞാൻ മനസ്സിലാക്കി എല്ലാവരും ഇവിടെ ഒരേമാതിരി കിടക്കട്ടെ, എത്ര പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേ വെള്ളം, എല്ലാവർക്കും മുസമ്പി കിട്ടുമ്പോൾ മുസമ്പി, ആപ്പിള് കിട്ടുമ്പോൾ ആപ്പിള്, ചോറ് കിട്ടുമ്പോൾ ഒരേ ചോറ്. 3 ഐറ്റം ചോറൊന്നുമില്ല. ഷുഗറുകാരൊന്നും അവിടെ അല്ലേ, ഇന്ന് ഷുഗറൊക്കെ പോയി. എല്ലാവരും നല്ല ബിരിയാണി അടിക്കാം, മന്തിയൊക്കെ. അപ്പൊ ആ നെയ്യത്തിന്റെ ഒരു പവറാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിലോമീറ്ററുകളോളം നടക്കുകയാണ്. ജംറ എറിയാൻ 9 കിലോമീറ്റർ 10 കിലോമീറ്ററുകളൊക്കെ റിട്ടേൺ അടക്കം നടക്കണം. പിന്നെ എറിയാന്ന് പറഞ്ഞാൽ അത് വലിയ സാഹസികമായ ഒന്ന് തന്നെയാണ്. ശൈത്താൻ എറിയാണല്ലോ.
അപ്പൊ അത് നല്ല ഉഷാറ് തന്നെ എറിയണം. അങ്ങനെ അൽഹംദുലില്ലാ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഒരേ ടൈമിൽ ഹജ്ജിന് ഒരുമിച്ച് കൂടുന്ന സ്ഥലം അറഫയാണ്. ആ അറഫ കഴിഞ്ഞ് മിന കഴിഞ്ഞ് മുസ്ദലിഫ കഴിഞ്ഞ് ജംറ എറിഞ്ഞ് ഹജ്ജിന്റെ തവാഫ് കഴിഞ്ഞ് ഹജ്ജിന്റെ സഅദികൾ കഴിഞ്ഞ്, ഇതൊക്കെ വലിയ ത്യാഗമാണ്. ആ ത്യാഗമൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രയാസമില്ലാതെ വരുന്നത് ആ നിയ്യത്തിന്റെ പവറാണ്. അതുകൊണ്ട് ഏത് വിഷയങ്ങൾക്കും നിയ്യത്തിന് വലിയ പവറാണ്. ബഹുമാനപ്പെട്ട രായി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് മഹാനവറുകൾ ഇതുപോലെ ഒരു ഹജ്ജിന് പോയിട്ടാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയുണ്ടായി, ഞാൻ ഇറച്ചി വിൽക്കാൻ പോവുകയാണ്, ഇറച്ചി കച്ചവടത്തിന് വേണ്ടി വിൽക്കാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയാണ്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ പോരുന്നുവോ? അവസാനത്തെ ആ ഹജ്ജിന് പോകുമ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചത് അതാണ്. അതിന്റെ അർത്ഥം അവിടെ കച്ചവടം നടത്താനല്ല, അള്ളാഹുവിന് വേണ്ടി സ്വന്തം ശരീരത്തിനെ അവിടെ തന്നെ മാറ്റിവെക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. അതായിരുന്നു ആ ചോദ്യത്തിന്റെ അർത്ഥം. എന്റെ ശരീരം അവിടെ ഇറച്ചി കച്ചവടം നടത്താൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ശരീരം മക്കയിൽ തന്നെ മരണപ്പെട്ടു, അവിടെ തന്നെ മറവു ചെയ്യുക എന്നതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ലക്ഷ്യം. അതായിരുന്നു ആ വർഷം ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ചോദിച്ചതിന്റെ അതിന്റെ വലിയ അർത്ഥം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഈ മജ്ലിസ് എല്ലാ വർഷവും വളരെ വിപുലമായ രൂപത്തിൽ അൽഹംദുലില്ലാ നടത്തുന്നു. വളരെ താല്പര്യത്തോടുകൂടെ നമ്മുടെ ചെറുപ്പക്കാരാകുന്ന ആളുകൾ അൽഹംദുലില്ലാ ഈ ഭക്ഷണം പാകം ചെയ്യാനും അതിനു വേണ്ടി വലിയ ഖിദ്മകൾ ചെയ്യാനും ഒക്കെ അൽഹംദുലില്ലാ അവർ തയ്യാറാവുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കും ഇതിനു വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മഹാന്മാരാകുന്ന ആളുകളെ മഹബ്ബത്ത് വെക്കുക, അത് ഈമാനിന്റെ ഒരു വലിയ ഒരു ഭാഗമാണ്. തഅലീമു മാ അല്ലമല്ലാഹ് വതഹ്കീറു മാ ഹക്കറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വ്യക്തികളെ ബഹുമാനിക്കുക, ദിവസങ്ങളെ ബഹുമാനിക്കുക, അത് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം, അടുത്ത വർഷം ഞങ്ങൾക്ക് ഹജ്ജിന് പോവാൻ തൗഫീഖ് വേണം. അല്ലാഹു തആല നമുക്കൊക്കെ ഹജ്ജിന് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ദുആയിരുന്നോളി, നല്ല ദുആ ചെയ്തോളി. തൗഫീഖാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. പണം ഉണ്ടായത് കൊണ്ടൊന്നും ഹജ്ജിന് പോകാൻ കഴിഞ്ഞോളന്നില്ല. എത്ര ആളുകളുണ്ട് പൈസ ഉള്ള ആളുകൾ, എത്ര ആളുകളുണ്ട് പൈസ ഉള്ള ആളുകൾ, അവരെ ഹജ്ജിനെത്തുന്നുണ്ടോ? ഇല്ല. അപ്പൊ പ്രധാനമായും അള്ളാഹുവിന്റെ വലിയ ഒരു തൗഫീഖാണ് ഏത് വിഷയത്തിലും. ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും വീടുണ്ടാക്കാനും ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കാനും എല്ലാത്തിനും അള്ളാഹുവിന്റെ വലിയ ഒരു തൗഫീഖ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മർക്കസിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ എത്തി. അവിടുത്തെ 8 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് മദീനയിലെത്തി. മദീനയിൽ നിന്ന് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മക്കയിലെത്തി. മക്കയിൽ നിന്ന് പിന്നെ അങ്ങനെ മിന പോയി, മിനയിൽ നിന്ന് അറഫ പോയി, അറഫയിൽ നിന്ന് മുസ്ദലിഫ പോയി, മുസ്ദലിഫയിൽ നിന്ന് അങ്ങനെ വീണ്ടും നുസയിലെത്തി. മിനായിൽ വന്ന് മിനായിൽ നിന്ന് വീണ്ടും മക്കത്തെത്തി. അവിടെ നിന്ന് പിന്നെ ജിദ്ദയിൽ വന്നു. ജിദ്ദയിൽ നിന്ന് പിന്നെ ദുബായ്, അബുദാബി, ഷാർജ. ഇന്നലെ രാത്രി 2:30 മണിക്കാണ് ഞാൻ ഷാർജയിൽ നിന്ന്. ബാബ എത്തൂലേ എന്നുള്ള പേടിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ അബുദാബിന്ന് ഇപ്പോ ഷാർജയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ വിട്ടു കൊടുത്ത്, റോഡിന്റെ ഫോട്ടോ, നല്ല ലൈറ്റ് കത്തുന്ന ഫോട്ടോ വിട്ടു കൊടുത്തു. അപ്പൊ എന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് ഇവിടെ എത്തണമെന്ന്. ആ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയപ്പോ അൽഹംദുലില്ലാ ഞാൻ ഇവിടെ എത്തി.
അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പൊ എല്ലാവരും നന്നാക്കി ദുആ ചെയ്യുക, ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ. എൻ്റെ ഈ മർക്കസിന്റെ കൂടെയുള്ള ഹാജിമാരിൽ ഒരു ഹാജിയുമായി ഞാൻ സംസാരിച്ചു. ആ ഹാജി പറയുന്നു, അദ്ദേഹത്തിന് വളരെ ചെറിയ ഒരു ശമ്പളത്തിൽ അദ്ദേഹം UAE ഒരു രാജ്യത്ത് അദ്ദേഹം ഒരു ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു 2000 ദിർഹംസ് മാത്രമേ ശമ്പളം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മുതലയാളി ഒരു സിറിയക്കാരനാണ്. ആ സിറിയക്കാരൻ ഇടയ്ക്കിടയ്ക്ക് മദീനയിൽ പോകുമ്പോൾ ഇവൻ ഒരു 5 വക്ത് നിസ്കരിക്കുകയും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനും അതോടുകൂടി അവിടുത്തെ ICFന്റെ പ്രവർത്തകനുമായതുകൊണ്ട് ആ ഒരു ബോധം അവന്റെ മനസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ചെറുപ്പക്കാർ, അൽഹംദുലില്ലാഹ്, ഞാൻ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞതുപോലെ സ്റ്റേജിൽ കയറി എന്റെ ഭക്ഷണം പാകം ചെയ്യുന്ന ചെറുപ്പക്കാർക്കൊന്ന് കൈ കാണിച്ചു. കാരണം അവർ ഇതിനു വേണ്ടി ത്യാഗം സഹിക്കുന്നവരാണ്, ആത്മാർത്ഥതയോടുകൂടെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ ഇവൻ ചെറിയ ശമ്പളമാണെങ്കിലും ദീനീ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനായതിന്റെ പേരിൽ ഇദ്ദേഹത്തിന്റെ സിറിയക്കാരനാകുന്ന മുതലാളി ഹജ്ജിന് മദീനയിൽ എത്തുമ്പോഴൊക്കെ കച്ചവടത്തിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ സന്ദേശം അറിയിക്കുമ്പോ ഇവൻ പറയും, എനിക്ക് അടുത്ത വർഷം ഹജ്ജിന് പോകണം, അതിന് അവിടെ തുറക്കണം മുതലാളിനോട്. എപ്പോഴും പറയും അങ്ങനെ. അങ്ങനെ ഒരു സമയം റൗളയിൽ നിന്ന് ഈ മുതലാളി വിളിച്ചപ്പോ, റൗള എന്ന് പറഞ്ഞാൽ മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും എന്റെ മിംബറയുടെയും ഇടയിലുള്ള സ്ഥലം റൗളയാണ്. ആ റൗളയിൽ ഇരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നന്നായി ദുആ ചെയ്തോ. റൗള, ആ റൗളയിൽ ഇരിക്കാൻ എത്രയാണ്? റൗളയിൽ ഇരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി അറബികൾ ഖിദ്മ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പഴയ മാതിരിയല്ല, ഒന്നായിട്ട് കയറാൻ പറ്റൂല. എല്ലാ ആളുകൾക്കും റൗളയിൽ ഇരിക്കാൻ സൗദി ഗവൺമെന്റ് നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എത്രയാ സൗകര്യമുള്ളത്! മൊബൈലിൽ ഒരു പ്രത്യേകമായ ഒരു ആപ്പ് ഉണ്ടാകുകയും അതിലൂടെ നമുക്ക് സമയം കാണിക്കും. 3 മണി രാത്രി. അങ്ങനെ 3 മണിയാകുമ്പോ നമ്മൾ അവിടെ എത്തിയാൽ നമ്മളെ രേഖ ക്ലിയർ ആണെങ്കിൽ ഉടനെ റൗളയിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഇതുപോലെ ഇങ്ങനെ ആളുകളെ ഇരുത്തും. ഈ ആളുകളെ മുഴുവനും റൗളയിലേക്ക് കയറ്റാനുള്ള ആളുകളാ. അപ്പൊ 500, 1000, 2000, 3000 ആളുകൾ അങ്ങനെ റെഡിയാക്കിയിട്ട് റൗളയിൽ പോവാൻ വേണ്ടി സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവർക്ക് വേണ്ടി ടിഷ്യൂ പേപ്പർ കൊടുത്തുക്കുന്ന എത്രയോ ഹാദിമീങ്ങളാകുന്ന അറബികളെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ കാപ്പി കൊടുക്കുന്നത് കണ്ടില്ലേ, ബിസ്ക്കറ്റ് കൊടുക്കുന്നത് കണ്ടില്ലേ. ഈ ഉറൂസിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ പന്തലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവർക്കിടെ ഒരു കാപ്പിയും ഒരു ബിസ്ക്കറ്റും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് പോവാനിരിക്കുന്ന ആളുകൾ അതിന്റെ മുമ്പ് വെയിറ്റ് ചെയ്യുന്ന ആ മുറ്റത്ത് ചൂടുകൊണ്ട് പ്രയാസപ്പെടുമ്പോ അവർക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി കൊടുക്കുന്ന അറബികളെ ഹാദിമീങ്ങളെ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് സംസം വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. സംസം വെള്ളം എങ്ങനെയാ കൊണ്ടുപോകുന്നത്? നമ്മളെ പഴയ കാലത്തൊക്കെ ഈ മരുന്നടിക്കണ, ചായക്ക് മരുന്നടിക്കുന്ന ഒരു സാധനമുണ്ട്, പുറത്തിങ്ങനെ വെച്ചിട്ട് ഒരു കുറ്റി, ഗ്യാസ് കുറ്റിന്റെ മാതിരി. ആ കുറ്റി ഇങ്ങനെ പുറത്തിങ്ങനെ വെച്ചിട്ട് അതുപോലെയുള്ള ഒരു പാത്രം, ആ പാത്രം ഇങ്ങനെ നിറച്ച് സംസം വെള്ളമാണ്. അതിന്റെ സൈഡ് ഭാഗത്തൊരു ചെറിയൊരു പൈപ്പുണ്ട്, അതിങ്ങനെ തുറന്ന് ആളുകൾക്ക് വെള്ളം ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഈ സംസമേറ്റ് ഒരാളിങ്ങനെ ഏറ്റി നടക്കുന്നു. ഏറ്റി നടന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഒരാളും തിരക്കണ്ടേക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ആളെയും എന്ത് തെറ്റ് ചെയ്താലും തിരക്കിയാലും ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ഇരുന്നാലും ഒന്നും സുബ്ഹാനല്ലാഹ് ഒരാ നിയമപാലകന്മാരും അവരോട് ശബ്ദിക്കുന്നില്ല. ഒറ്റ കാര്യം വിളിക്കും, യാ ഹാജ്
യാ ഹാജ് എന്ന് മാത്രമേ വിളിക്കുള്ളൂ. നമ്മളാണെങ്കിൽ യാ ഹാജ് യാ ഹാജ് രണ്ടോട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ വട്ടം കേൾക്കണില്ലെങ്കിൽ യാ ഹംക, എന്നോടല്ല അവിടെ ഇരിക്കണ്ടാർന്ന് അല്ലേ. പിന്നെ രണ്ടു കഴിഞ്ഞാൽ മൂന്നാമത്തെ അതാണ്. പിന്നെ അവരെന്താ പറയാ, തുരീഖ് യാ ഹാജ്, ഹർറിഖ് യാ ഹാജ്. രണ്ട് ആജിയന്മാരാണ് ഹജ്ജ് നിയന്ത്രിക്കുന്നത്. രണ്ട് ആജിയന്മാരാ. ഒരു ആജിന്റെ പേരെന്താണ്? തുരീഖ് ഹാജി. രണ്ടാമത് ആജിന്റെ പേരെന്താണ്? ഹർറിഖ് ഹാജി. ഹർറിഖ് ഹാജി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹർറിഖ് എന്ന് പറഞ്ഞാൽ ചലിക്കുക, പോട്ട വണ്ടി അവിടെ നിൽക്കാൻ. ഹർറിഖ് യാ ഹാജ്, തുരീഖ് യാ ഹാജ്. ഇത് വഴിയാണ്, അതുകൊണ്ട് അവിടെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയും പോലീസുകാർ. നമ്മളെങ്ങാനും അവിടെ പോലീസുകാർ പണിയിട്ടിയാൽ ഒരു മൂന്നോട്ടം അങ്ങനെ പറയും. പിന്നെ നമ്മളെ വിളയിലുള്ള ആളവിടെ പോലീസുകാരാക്കിയാൽ യാ കേൾബ, എന്നോടല്ല അവിടെ നിന്ന് നീച്ചു പോകാൻ പറഞ്ഞ അവിടെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് അവിടെ പണിയിട്ടാത്തത്. മലയാളികൾക്ക് ഒറ്റൊന്നും പണി കിട്ടാത്തതാണ്ടാണ്. എത്ര ക്ഷമാശീലരായി സുബ്ഹാനല്ലാഹ് അവിടുത്തെ പോലീസുകാരും ഗവൺമെന്റും പ്രത്യേകമായി ഇസ്റാഉൽ ഖൈർ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് ഈ പ്രാവശ്യം ഖിദ്മകൾ ചെയ്യുന്നത്. എത്ര ഖിദ്മ ചെയ്താലും തികയൂല, അത്രയും ആളുകളുണ്ടല്ലോ. അല്ലാഹു സഊദി ഗവൺമെന്റിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. അവർക്ക് ഇങ്ങനെ ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾ എന്ത് ഖിദ്മ ചെയ്യണത്? നമ്മളൊരു പ്രായം ചെന്ന ഒരാളെ കണ്ടാൽ അദ്ദേഹത്തിനെ ഒന്ന് കൈപിടിച്ചുകൊണ്ട് കസാലയിരുന്ന് എണീപ്പിക്കാൻ പോലും നമുക്ക് സമയമില്ല. അവര് ചെയ്യുന്നത് ഇതാണ്. എങ്ങനെങ്കിലും മുത്തുനബിന്റെ അടുക്കലേക്ക് പോകുന്ന ആളാണല്ലോ, അതുകൊണ്ട് അവനൊരു തുള്ളി വെള്ളം കൊടുത്താൽ, ഡിഷ് പേപ്പർ കൊടുത്താൽ അതിന്റെ കൂലെങ്കിലും എനിക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാ അൽഹംദുലില്ലാഹ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഓരോരുത്തരും ഇരിക്കുകയാണ്. അപ്പൊ ആ റൗളയിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഈ സിറിയക്കാരനാകുന്ന ആള് കച്ചവടത്തിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നീ എവിടെയാന്ന് ചോദിച്ചു മൊലാളിനോട്. ഈ മലയാളി, ഞാൻ ഇപ്പൊ റൗളിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മലയാളിയാകുന്ന അദ്ദേഹത്തിന്റെ തൊഴിലാളി മുതലാളിയൊക്കെ എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ റൗളയിൽ ദ്വരക്കണം, അടുത്ത കൊല്ലം ഹജ്ജിനെത്താ, ഇപ്പൊ ദ്വരക്കണം. അപ്പൊ ഈ സിറിയക്കാരൻ പറഞ്ഞ്, അന്റെ ഹജ്ജ് ഞാൻ ഏറ്റെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്റെ ഹജ്ജ് ഞാൻ ഏറ്റെടുത്ത്. അപ്പൊ ഇയാള് പറഞ്ഞ്, ഇന്റെ മാത്രം പോരാ, എന്റെ പെണ്ണുങ്ങളെ ഹജ്ജ് മാണതാണ്. അപ്പൊ മുതലാളി പറഞ്ഞ്, അന്റെ പെണ്ണുങ്ങളെ ഹജ്ജ് ഞാൻ ഏറ്റെടുത്ത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഈ വർഷം ഹജ്ജിനെ അപേക്ഷിക്കാൻ തുടങ്ങിയപ്പോ ഈ സിറിയക്കാരനാകുന്ന മുതലാളിയോട് പറഞ്ഞു, ഹജ്ജിന്റെ സമയമായി, അതുകൊണ്ട് പ്രൈവറ്റ് ഗ്രൂപ്പുമുണ്ട്, സർക്കാരിന്റെ ഗ്രൂപ്പുണ്ട്, എയിലാ കൊടുക്കേണ്ടി ചോദിച്ചപ്പോ അലാ റാഹത്തിക്, നിന്റെ സന്തോഷം പോലെ നീ കൊടുത്തോ. പ്രൈവറ്റ് ഗ്രൂപ്പാണ് നിനക്ക് സന്തോഷമെങ്കിൽ നീ അങ്ങനെ ചെയ്തോ, അതല്ല ഗവൺമെന്റ് ഗ്രൂപ്പാണ് അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൊടുക്കുകയും സുബ്ഹാനല്ലാഹ് 15 ലക്ഷം രൂപ ഹജ്ജിന് വേണ്ടി അദ്ദേഹം കൊടുക്കുകയാണ്. പിന്നെയോ ചെലവിന് വേണ്ടി വേറെ കാശ് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ ആത്മാർത്ഥതയോടുകൂടെ അദ്ദേഹത്തിന്റെ ആ കമ്പനിയിൽ ജോലി ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, ഹജ്ജ് ചെയ്യണമെന്ന്. ആ ഹജ്ജ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ മുതലാളിയോട് പറഞ്ഞപ്പോൾ ആ മുതലാളി 2000 ദിർഹംസ് ശമ്പളം കൊടുക്കുന്ന കൂട്ടുകാരൻ 15 ലക്ഷം രൂപ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യക്കും പൈസ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതാണ് അള്ളാഹുവിന്റെ വലിയ ഒരു തൗഫീഖ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആ തൽബിയത്ത് നമുക്ക് ചൊല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അടുത്ത വർഷം ഹജ്ജിനെത്താൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അതുകൊണ്ട് തൗഫീഖാണ് വലുത്. അതുകൊണ്ട് ഓരോരുത്തരും അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞാൻ കുറെ ആളുകളെ ഈ പ്രാവശ്യം ഞാൻ ഗവൺമെന്റ് ഹജ്ജിൽ വന്ന SVS ഹജ്ജിൽ വന്ന ഒരാളെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഭാര്യയുണ്ടോ? ഭാര്യയുണ്ട്. ഭാര്യ ഉണ്ടാകുവാൻ കഴിഞ്ഞ കുറി തങ്ങളുപ്പ 2-3 വർഷം മുമ്പ് ഞങ്ങളെ നാട്ടിൽ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോ മദ്രസക്ക് വേണ്ടി പൈസ തന്നപ്പോ
ചോദിച്ചിരുന്നു ഹജ്ജ് ചെയ്തിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹജ്ജ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകട്ടെ, തങ്ങളിപ്പോ വരുന്നിട്ടില്ലായിരുന്നോ? അൽഹംദുലില്ലാ, അതുകൊണ്ട് എന്റെ ഭാര്യ ഹജ്ജിനുണ്ട്. കണ്ടാ, അപ്പൊ സംഭാവന തരുമ്പോ അൽഹംദുലില്ലാ നമ്മള് ഒരു പ്രത്യേകമായ ഒരു കാര്യം കരുതി അങ്ങ് ഏൽപ്പിക്കുമ്പോ അല്ലാഹു തആല ഒരു വഴി തരും. ഒരുപാട് അനുഭവമുണ്ട്. വേറെ ഉസ്താദ്, ആ ഉസ്താദിനാകെ ചെറിയ ശമ്പളമുള്ളൂ. പക്ഷേ ചെറിയ ശമ്പളമാണെങ്കിലും അദ്ദേഹം ആ മഹലിൽ 20 കൊല്ലം നിന്നു. അദ്ദേഹം ചെന്നപ്പോൾ ആ പള്ളി ഓടിട്ട പള്ളിയാണ്. പിന്നെ അദ്ദേഹം ആ നാട്ടിൽ 20 കൊല്ലം നിന്ന് അവിടെ നല്ല ദഅവത്ത് നടത്തി ചെറിയ ശമ്പളമുള്ളൂ എന്ന് കരുതിയിട്ട് ഓടിപ്പോയതൊന്നുമില്ല. അവിടെ അങ്ങനെ ശ്രമിച്ച് നിന്ന് കട്ടപ്പെട്ട് ആ ഓടുള്ള പള്ളിയൊക്കെ പിന്നെ വാർപ്പുള്ള 2 നല്ല പള്ളിയായി. 20 കൊല്ലമായപ്പോ മൂപ്പർക്ക് സുബ്ഹാനല്ലാഹ് ആ നാട്ടിൽപ്പെട്ട ഒരാള് സുബ്ഹാനല്ലാഹ് ഇയാൾക്ക് ഹജ്ജിന് പോകാൻ 7,20,000 രൂപ കൊടുക്കുക. 7,20,000 രൂപ കൊടുക്കുകയാണ്. പിന്നെ ഒരു 80,000 രൂപ വേറെ കൊടുത്തു. അതെന്തിനാ? 50,000 രൂപ നിങ്ങൾക്ക് ഹജ്ജിന് എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവുമ്പോ അയക്ക് വെച്ചോളുണ്ട്. പിന്നെ 30,000 എന്തിനാ? നിങ്ങൾ ഹജ്ജിന് പോകുമ്പോ പെണ്ണുകൾക്കും കുട്ടികൾക്കും ഭക്ഷണം വാങ്ങി കൊടുക്കാം. 30,000. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു തൗഫീഖ് ഉണ്ടാകുമ്പോൾ മാത്രം നടത്താൻ കഴിയുന്ന കാര്യമാണ് ഹജ്ജ് എന്ന് പറയുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട വിളയിൽ രായി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീദ് മഹാനവറുകളുടെ 108ാം ഉറൂസിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നല്ല മനസ്സോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ ഞാൻ ഈ സദസ്സിൽ വന്ന് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് അടുത്ത വർഷം എനിക്ക് ഹജ്ജിന് പോകണം, വീടുണ്ടാക്കണം എന്ന് ഓരോ മനുഷ്യന്മാരും അൽഹംദുലില്ലാഹ് അങ്ങനെ കരുതിക്കോളി. അങ്ങനെ കരുതുമ്പോ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആ ദുആ ഖബൂലാകുമ്പോ അൽഹംദുലില്ലാഹ് അടുത്ത വർഷം നമുക്കൊക്കെ ഹജ്ജിന് പോകാൻ കഴിയും. പോകാൻ പൂതിയില്ലെങ്കിൽ എന്താ ഒരു എന്ന പൂതിയല്ലേ അല്ലേ? ഐഫോൺ വാങ്ങാനുള്ള അത്ര പൂതി നിങ്ങൾക്കില്ല. ഹജ്ജിന് പോകണോ വെച്ചാൽ ആ പോണോ, ആഗ്രഹത്തിനനുസരിച്ചാണ്. ഓരോരുത്തരുടെ കയ്യിലും മൊബൈലുണ്ട്, വലിയ വലിയ മൊബൈൽ. ഓന്റെ വരുമാനം നോക്കി അങ്ങനത്തെ മൊബൈൽ വാങ്ങാൻ ഓൻ്റെ അടുത്ത് പൈസ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ അത് വാങ്ങാൻ അവന് വലിയ ആഗ്രഹമുണ്ട്. വലിയ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നടക്കല്. പെണ്ണിട്ടാ നല്ല ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണല്ലോ നിങ്ങൾ കെട്ടിയേ. പൈസ ഉണ്ടായിട്ടാ അത് എങ്ങനെയെങ്കിലും തട്ടിപ്പിച്ച് ആ ആഗ്രഹം നമ്മളൊക്കെ സഫലീകരിച്ചു. അതേ ആഗ്രഹം ഹജ്ജ് ചെയ്യാണ്ടോ ഉംറ ചെയ്യാണ്ടോ അവിടെ നോക്കണ്ടേ. അപ്പൊ ഇതിന്റെ ദറജക്ക് വ്യത്യാസമുണ്ട്. ദറജക്ക് ആഗ്രഹമൊക്കെ തന്നെ, പക്ഷെ ചില ആഗ്രഹങ്ങൾക്ക് നല്ല ദറജുണ്ട്. നല്ല എവിടെയും നിങ്ങൾ അൽഹംദുലില്ലാഹ് നിങ്ങളെ തുടക്കാണ് ഇപ്പൊ ഈ സീറ്റൊക്കെ ഉഷാറായി. അല്ലാഹു കബൂലാകട്ടെ. കഴിഞ്ഞ കൊല്ലം വലിയ പൈസ തന്നാ അല്ലേ? അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാകട്ടെ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അപ്പൊ നല്ല തൗഫീഖ് നമുക്ക് കിട്ടുമ്പോഴാണ് ഞാൻ പാട്ടില്ല നിങ്ങൾ എത്ര യാത്ര ചെയ്താ അപ്പൊ പോരുന്നത്. എല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് നിങ്ങളെ മുമ്പിൽ ക്ഷീണവും ഇല്ലാതെ പ്രസംഗിക്കുകയാണ്. അത് വലിയൊരു തൗഫീഖ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഖത്തറിൽ മർക്കസിന്റെ മുകളിൽ ഇപ്പോൾ സോളാർ വെക്കുന്ന പരിപാടിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ 8 ദിവസം അൽഹംദുലില്ലാഹ് കുറെ മുഅ്മിനീങ്ങൾ ക്യാഷുകൾ തന്ന് മിനായിൽ നിന്ന് ഹാജിമാരോട് ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അവര് കുറെ കാശ് തന്ന് അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഹജ്ജ് കഴിഞ്ഞ് ചെറിയൊരു ജലദോഷം പനിയൊക്കെ ഉണ്ടാവണം, അപ്പോളെ ഹജ്ജ് കബൂലായി തോന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ജലദോഷം പനിയൊക്കെ എനിക്ക് വന്നു. ഞാൻ കരുതി ഉടച്ചോനെ അങ്ങോട്ട് എത്താൻ കഴിയൂല, ഞങ്ങളെ പരിപാടി വന്നു. ഇന്നലെ മുതൽ നിശാത്തായി അൽഹംദുലില്ലാഹ്. അപ്പൊ അത് വലിയ ഒരു തൗഫീഖാണ്. നമ്മളിങ്ങനെ കാണുന്നു, കൂടുന്നു, പിരിയുന്നു. കഴിഞ്ഞ വർഷം നമ്മളോട് കൂടെ ഉള്ള ധാരാളം ആളുകൾ ഇന്ന് നമ്മളോട് കൂടെ ഇല്ല. പ്രിയപ്പെട്ട ചാപ്പു എന്റെ ഭാര്യ മരണപ്പെട്ട അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂടട്ടെ. അങ്ങനെ ധാരാളം ആളുകളുടെ ഭാര്യമാര് മരിച്ചവരുണ്ട്, വാപ്പാര് മരിച്ചവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അപ്പൊ ഈ വർഷത്തിൽ നിങ്ങളൊക്കെ മനസ്സ് കരുതാൻ ഇൻഷാ അല്ലാഹ് എന്തായാലും മക്കത്തും മദീനത്തൊക്കെ ഒന്ന് എത്തണം. ഉംറക്ക് പോകാത്ത ആളുകളാണെങ്കിലും ഒന്ന് ആദ്യം ഉംറക്ക് പോകണം. അതിനാണ് ഇത് വരുന്നോളി. മനസ്സ് കരുതി ഇൻഷാ അല്ലാഹ്
അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നല്ല പഠിച്ചുഷാറായി ചെയ്യണം. ഞാൻ ഈ വർഷം ഹജ്ജിന് പോയപ്പോൾ എല്ലാവരോടും പറയാൻ കരുതി എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഹജ്ജും ഒക്കെ ചെയ്യണം. അല്ലാതെ പ്രായമാകുമ്പോൾ ഒരു 65 വയസ്സിൽ ചെയ്യാൻ പറ്റിയ 70 വയസ്സാണ് ചെയ്യാൻ പറ്റിയ അമലല്ലത്. ഇത് നല്ല പണിയെടുക്കണത്. ഇതങ്ങട്ട് ഇതിങ്ങനെ 9 കിലോമീറ്റർ ഒക്കെ ന്യൂ മിനയിൽ നിന്നാണെങ്കിൽ 9 കിലോമീറ്റർ നടക്കണം ജംറ എറിയാൻ. ഞാൻ പറഞ്ഞ ആകെ റബീഉൽ അവ്വൽ 12-നാണ് നമ്മളൊക്കെ നടക്കലുള്ളൂ. റബീഉൽ അവ്വൽ 12-നാണ് നമ്മൾ നടക്കുക. ഇവിടെ അതൊന്നും രക്ഷയില്ല, നടക്കന്നെ വേണം. ഇപ്പൊ പിന്നെ മെട്രോ ഒക്കെ വന്നിട്ടുണ്ട്, ട്രെയിൻ വന്നിട്ടുണ്ട്. പക്ഷെ ട്രെയിനൊന്നും പോയാൽ ഒരു ഉഷാറ് കിട്ടൂല. എന്നാലും വേണം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടക്കുക. ട്രെയിനിന് പോയാലും അപ്പുറത്തും ഇപ്പുറത്തും തലക്ക കുറച്ച് നടക്കണം. ഇന്ന് ഒരു പ്രയാസവും ഇല്ല. ഈ 9 കിലോമീറ്റർ നടക്കാണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധമാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ആപ്പുണ്ടല്ലോ. അതുകൊണ്ട് അടിച്ചു നോക്കിയാൽ അറിയും ജംറന്റെ കൊടുക്കുക എത്ര കിലോമീറ്റർ ഉണ്ട്. പക്ഷെ നല്ല ഉഷാറ് നടക്കണം. അപ്പൊ നല്ല ആരോഗ്യ സമയത്ത് ചെയ്യേണ്ട ഒരു അമലാണ് ഏത്? ഹജ്ജ്. അൽഹംദുലില്ലാഹ് ജംറന്റെ കൊടുക്ക് എറിയാനും നടക്കാനും അതുപോലെ ആ ചൂടത്ത് കിടക്കാനും അറഫയിൽ കിടക്കാനും മിനയിൽ കിടക്കാനും മുസ്ദലിഫയിൽ കിടക്കാനും ഒക്കെ നമുക്ക് നല്ല ആഫിയത്ത് വേണം. നമ്മൾ ഈ മലയാളികളാകുന്ന ആളുകൾ 65 വയസ്സ് AVMലൊക്കെയാണ്. പിന്നെ അങ്ങനെ ആലോചിച്ചാൽ മക്കളെ കാര്യം, പേരക്കുട്ടികളെ കല്യാണം, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ആലോചിച്ചാൽ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മക്കളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബാധ്യത കഴിഞ്ഞ് പിന്നെ ഓല് പേരുണ്ടാക്കിയോ ഓൽക്ക് മക്കളുണ്ടായോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓല ഏൽപ്പിച്ചിക്കണല്ലോ ഒരാളെ, ആ കോല പണിയല്ലേ. പിന്നെ ഇപ്പൊ നമ്മളായിക്ക് നോക്കണോ? നമ്മളായിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 15 വയസ്സായാൽ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയൽ സുന്നത്താണ്. എടാ അനക്കിന്ന് 15 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇനി ബാപ്പാന്റെ ബാധ്യതയൊക്കെ കഴിഞ്ഞു, അനക്ക് പ്രായപൂർത്തിയായല്ലോ, ഇനി അനക്ക് ഒരു പെണ്ണ് കെട്ടിച്ചു തരിക എന്നുള്ളതാണ് ബാപ്പാന്റെ ബാധ്യത. ആണ് മഹറിന് കഴിവുണ്ട് എൻ്റെ അടുത്ത് വയ്ക്കുക. അപ്പൊ മകൻ പറയില്ല അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഇപ്പൊ നെറ്റ് തന്നെ ഇപ്പൊ നമ്മൾ അലോകത്തുള്ള മേമാക്ക മൂപ്പരെ വൈഫൈ മൂപ്പർക്ക് പൂട്ടാൻ കഴിയാത്തതുകൊണ്ട് അത് ഇങ്ങനെ വലിച്ചു കണ്ട അപ്പൊ തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോണേ. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഈ തിരിയാത്ത ആളുകൾ ഉണ്ടാവും. ഓൾക്ക് വൈഫൈ പൂട്ടിയിടാൻ അറിയാത്തതുകൊണ്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെ കുത്തിർക്കണോലൊക്കെ നോക്കണം. ചിലർ മതിലിന്റെ വരുത്തന്നെ കുത്തിർക്കും. എന്താ മതിലിനോട് വല്ല സിറുണ്ടോ? ജംറത്തിൽ അക്കപ്പന്റെ അടുത്ത് കുത്തിർക്കണമാതിരി ഇങ്ങനെ കുത്തിർക്കും. അത് ആ മതിലിനോടുള്ള മഹബത്തല്ല, വൈഫൈ അവിടെ കിട്ടുള്ളൂ. അപ്പൊ മാക്സിമം അവിടെ നിന്ന് ഡൗൺലോഡ് ആക്കി പോന്ന പിന്നെ റൂമിലെത്തിയാൽ പിന്നെ ബാക്കി കാണാലോ. ഒരട്ടം ഡൗൺലോഡ് ആയെങ്കിലേ പിന്നെ അത് കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഓനോട് ചോദിക്കാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? ഇല്ല അപ്പ എന്ന് പറഞ്ഞാ ഖലാസ് ഒമല്ലം യസ്തതിഅ ഫല്യസും. അങ്ങനെ കഴിവാകുന്നില്ലെങ്കിൽ ഫല്യസും, നോമ്പ് നോറ്റോ. ഇത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹജ്ജ് ലാസ്റ്റ് വെക്കുന്നത് മോളെ കെട്ടിക്കണം, പിന്നെ കുട്ടീനെ കെട്ടിക്കണം. അപ്പോത്തിന് അവിടെ പ്രസവമാവും, അപ്പോത്തിന് ഇപ്പുറത്തെ മുടിയളിച്ചലാവും. ഇവലെ പ്രസവം മുടിയളിച്ചലും കഴിഞ്ഞാണെങ്കിൽ രണ്ടാലും ഒരാൾ തേബാനാണോ എന്നെങ്കിൽ, എന്നിട്ട് പിന്നെ നമ്മളെ ഹജ്ജിനാവുമ്പോൾ നമ്മൾ മറ തേബാനാവും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് ബാധ്യതയൊക്കെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉടനെ ഹജ്ജിനുണ്ട് ഒരുങ്ങുക. ഹജ്ജിന് ഒരുങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് എല്ലാവരും കാര്യങ്ങൾ ചെയ്യാം. ഹജ്ജിന് ഒരുങ്ങുമ്പോ ഭാര്യയുടെ സ്വർണങ്ങൾ എടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണം. പൊരണ്ടാക്കാൻ വേണ്ടി ഭാര്യന്റെ സ്വർണ്ണം എടുത്ത് വിറ്റിട്ടുണ്ടെങ്കിൽ 10 പവനം സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സ്വർണത്തിന് 53,000. അപ്പൊ 5,30,000 റുപ്യാവും. അബൂഖരാജ് ഹജ്ജ് ചെയ്തില്ലേ? നമ്മൾ അബൂഖരാജിന്റെ വക ഇന്ന് ഫ്രീ ആണ്. നമ്മളെ മൈക്ക് സെറ്റ് മൊത്തം മുത്തനൂർ തങ്ങൾ വരുന്ന ഒന്ന് പൈസയൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഉപ്പയും ഉമ്മയും സഹോദരനും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് അല്ലാഹുവേ ഈ മജ്ലിസിന്റെ സവാബ് നീ എത്തിക്കണം അല്ലാഹ്. ഇത് വലിയൊരു കാര്യമാണ്. ചെലോല് കരുതി എന്താ മൈക്ക് തമ്പാനുള്ളത്, പള്ളിക്ക് പൈസ ചോദിച്ചാൽ മാത്രമേ തരുള്ളൂ. ഇന്നാളൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി അന്ന് പള്ളിക്ക് മൂത്രപ്പേർക്ക് പൈസ ചോദിച്ചപ്പോൾ ആരും തരില്ല. മിമ്പർക്ക് എല്ലാവരും പൈസ വരുന്നുണ്ട്, പള്ളിക്ക് പൈസ വരുന്നുണ്ട്, എല്ലാവരും തരുന്നുണ്ട്. മൂത്രപ്പേർക്ക് ചോദിച്ചപ്പോൾ ആരും പൈസ വരില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ മൂത്രപ്പേര വേണ്ട, മിഹ്റാബിൽ മൂത്രമൊഴിക്കാറ് അല്ലേ? മിഹ്റാബിൽ മൂത്രമൊഴിക്കാൻ പറ്റുമോ? ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് പള്ളിയാവുകയുള്ളൂ. ആളുകൾ ചോദിക്കാറില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ മജ്ലിസിൽ എന്തെല്ലാം തഴവാത്തുകൾ ഇവിടെ നടക്കുന്നുവോ അതിനൊക്കെ കൂലി അൽഹംദുലില്ലാഹ് മൂപ്പരാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് അതുകൊണ്ട്
ആ ഒരു കാര്യബാധ്യത നമ്മൾ മാത്രം നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഹജ്ജിന് ഒരുങ്ങുക. എല്ലാവരോടും പറയാൻ കരുതിയിട്ടുണ്ട് ഞാൻ ഈ കൊല്ലം ഇൻഷാ അല്ലാഹ്. കാരണം അത്രയും ചൂടത്ത് ഭയങ്കര ശക്തമായ ചൂടാണ്. ആ ചൂടത്താണ് ഈ ആളുകൾ ഈ നടക്കുന്നത് മുഴുവനും. നമ്മളെ മലയാളി പാകിസ്ഥാനികളാകുന്ന ആളുകൾ പ്രായം ചെന്നാൽ നല്ല ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, കുമിഞ്ഞിട്ടുണ്ട്, വളഞ്ഞ് നടക്കുന്ന എത്രയോ ഉപ്പമാരെയും ഉമ്മമാരെയും ഇങ്ങനെ നടക്കുന്നത് കണ്ടു. സുബ്ഹാനല്ലാഹ്. അവരങ്ങനെ അറഫയിലേക്ക് നടക്കുന്നുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൽബിയത്ത് അങ്ങനെ ചൊല്ലി നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതിൽ 60 വയസ്സായവര് 80 വയസ്സായവരൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അത് അല്ലാഹു പ്രത്യേകമായ ആരോഗ്യം കൊടുക്കുന്നു. മലയാളികളാകുന്ന ആളുകൾക്ക് ആരോഗ്യം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നേരത്തെ നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നന്നായി ആമീൻ പറഞ്ഞോ. അല്ലാഹു നല്ല റാഹത്തുള്ള വീട് വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രോഗികളുണ്ട്, അല്ലാഹു നമുക്ക് ശിഫ നൽകട്ടെ. അങ്ങനെ നല്ല റാഹത്തിൽ ഓരോരുത്തരും ചെയ്യാം. അങ്ങനെ ദ്വാരത്തിലൊടുക്കിക്കോളി. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു വഴി അല്ലാഹു തആല തുറന്നു തരും.